കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സേതുവിനും പല്ലവിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് രമേശൻ എന്ന വാച്ച്മാനെ സ്വാധീനിക്കുകയാണ്. പിന്നീട് അയാളുടെ കയ്യിൽ ഒരു മൊബൈൽ ജാമർ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ മൊബൈൽ ജാമർ അവര് നിൽക്കുന്ന ആ മുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോൾ അങ്ങോട്ട് പോവോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇന്ദ്രൻ അങ്ങനെ സന്തോഷത്തോടുകൂടി തിരികെ പോവാണ്. ഈ സമയം രമേശൻ മനസ്സിൽ കരുതി, പൈസ കിട്ടുന്ന കാര്യമല്ലേ, അതുകൊണ്ട് എന്ത് വേണം ചെയ്യാം, അഡ്വാൻസ് പേയ്മെന്റ് തന്നും കഴിഞ്ഞു, ഇനിയിപ്പൊ തനിക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, സേതുവും പല്ലവി ആൾക്കാരുടെ മുന്നേ നാണം കിടുവാണെങ്കിൽ തനിക്കൊരു കുഴപ്പമില്ലല്ലോ, തനിക്ക് പൈസ കിട്ടിയാൽ പോരെ എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ ഉള്ളില്. പിന്നീട് അയാൾ അങ്ങോട്ട് ചെല്ലുവാണ്. അയാൾ ചെന്ന് കഴിയുമ്പോൾ സേതു മാത്രമേ മുറിയിലുള്ളൂ. ഈ സമയം അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, പല്ലവിയും കൂടെ അങ്ങോട്ട് വരണം. പിന്നീട് പല്ലവി കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ക്ലാസ് എല്ലാം തീരാറായി. ഈ സമയത്ത് നല്ല ഇടിയും മഴയുമായിരുന്നു. പിന്നീട് കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി. ഈ സമയം പല്ലവി എന്ത് ചെയ്യാണ്, സേതുവിന്റെ അരിയിലേക്ക് വരുവാണ്. സേതുവിനോട് അല്ല സേതുവേണ്ട എപ്പോഴാണ് ഇറങ്ങണമെന്ന് ചോദിക്കുക. എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ ഇവിടെ നിൽക്കാന്ന് പറയാം, നമുക്ക് ഒരുമിച്ചിറങ്ങാം. സേതു അത് ശരിയാ, ഞാൻ പല്ലവിനെ കൊണ്ട് അവിടെ ഇറക്കി വിടാം, കാരണം നല്ല മഴ ഇടിയല്ലേ, ഇനിയിപ്പോ ഈ മഴയത്ത് ഇടിയുടെ സമയത്തും ഇനിയിപ്പം ബസ് കയറിയൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറയാ, ഞാൻ ഇറക്കി വിടാന്ന് പറയാ. പല്ലവിക്കും അത് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് താനും കൂടി ജോലിയൊക്കെ തീർക്കുവാണെങ്കിൽ പെട്ടെന്ന് പോവാലോ എന്നുള്ള ചിന്തയായിരുന്നു രണ്ടുപേരുടെ ഉള്ളില്. ഈ സമയത്ത് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുന്നേ. ഈ സമയം രാജലക്ഷ്മി ചോദിച്ചു, എന്താടാ നിനക്കെന്താ ലോട്ടറി അടിച്ച പോലെ നിന്റെ മുഖത്തൊരു സന്തോഷം ചോദിക്കുക. എന്റെ അമ്മേ, ഇന്നത്തോടുകൂടി പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അതൊക്കെയുണ്ട്, അമ്മ കണ്ടു, അവൾക്കിട്ടുള്ള കെണി ഒരുക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കെന്ന് പറയാം. എടാ ഇന്ദിര, വല്ല പ്രശ്നമാവോ? ദേ എല്ലാ തവണത്തെ പോലെ നീ എന്തായാലും കെണി ഒരുക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പോലീസ് ഇവിടെ അന്വേഷിച്ചു വരുമെന്ന് ചോദിക്കാം. ആരെ പിടിക്കാനായിട്ട്? എന്നെ പിടിക്കാനായിട്ടാ? അതിന് ഞാൻ ഇതിനകത്ത് നേരിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ, ഞാൻ വേറെ ആളെ കൊണ്ടൊക്കെയല്ലേ ചെയ്യിച്ചേക്കുന്നേ. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും പോലീസ് കേസ് ആവില്ല. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, പല്ലവി സേതു നാണം കിടും ഉറപ്പായിട്ടും. പിന്നെ ആ ശോഭയ്ക്കും ആ മുകുന്ദനും നമ്മുടെ കാല് പിടിച്ച് വരേണ്ട കാര്യം വരുമെന്ന് പറയാണ്. ഇത് കേട്ടതും രാജലക്ഷ്മി ചോദിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാവാണെന്ന് ചോദിച്ചോ? പിന്നെ ഉണ്ടാവാതെ എവിടെ പോവാനാ, അമ്മ കാത്തിരുന്നു, അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും. മോളെ ഒന്ന് കൊണ്ടുപോകാനും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുവുള്ളൂ, കാരണം വേറെ ഗത്യത്തിന് ഒന്നും ഇല്ലാതെ വരും. ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവളെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമേ, അമ്മ കണ്ടോളാൻ പറയാണ്. രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് സന്തോഷിക്കുന്നത്. അവൾ എങ്ങനെ തന്റെ കാളിച്ചോട്ടി വരണം. ഒരു മാസമെങ്കിൽ ഒരു മാസം അവൾ ഇവിടെ ഉണ്ടാവണം, എന്നിട്ട് വേണം അവളൊരു പാഠം പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ രാജലക്ഷ്മി കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം സേതുവിന്റെ ഫോണിലേക്ക് ശ്രീഹരി വിളിക്കുന്നുണ്ട്. ശ്രീഹരി വിളിച്ചിട്ട് സേതുവേട്ടാ ഇറങ്ങിയോന്ന് ചോദിക്കാം. സേതു ഇല്ലടാ, കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. അല്ല ഞങ്ങൾ വരണോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വരാന്ന് പറയാം. അല്ല പല്ലവി ചേച്ചിനെ കാണാൻ മറ്റോ ചെയ്തതെന്ന് ചോദിക്കാം. പല്ലവിനെ കണ്ടായിരുന്നു പറയാം. എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി ഫോൺ കട്ട് ചെയ്യണം. ഈ സമയത്ത് സേതു പറഞ്ഞു, അതെ ശ്രീഹരിയാ ഫോൺ ചെയ്യുന്ന പറയണം. അതെനിക്ക് മനസ്സിലായി എന്ന് പറയാം. എങ്ങനെ മനസ്സിലായി? അല്ല സേതുവിനെ എപ്പോഴും വിളിക്കുന്ന ശ്രീഹരി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പിന്നീട് സേതു പല്ലവിയും കൂടെ കൂടിയിട്ട് അവിടെ കുറച്ച് പൂക്കളൊക്കെ ഒരുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, പല്ലവി അങ്ങോട്ട് കയറി നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രമേശൻ അങ്ങോട്ട് വരുവാണ്. രമേശൻ പതുക്കെ കഥ തുറന്നു നോക്കി. രണ്ടുപേരും ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാ പറയുന്നേ, കൊള്ളാം അവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തരാം. പിന്നീട് പതുക്കെ ആ കഥയുടെ പാളിയും കൂടെ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആ മൊബൈൽ ജാമർ അങ്ങോട്ട് ഇടുവാണ്. കഥ അങ്ങ് പുറത്തുനിന്ന് അങ്ങോട്ട് കുറ്റിയിട്ടിട്ട് അതങ്ങോട്ട് പൂട്ടുവാണ്. ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അയാൾ അങ്ങോട്ട് പോയി. പക്ഷെ ഈ സമയം ഇതൊന്നും അറിയില്ലാതെ സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പുറത്തെ ഇടിയും മഴയൊക്കെ കുറെ ഒന്ന് കുറഞ്ഞു. പിന്നീട് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയോട് സേതു പറഞ്ഞു, എന്നാ നമുക്കിനി പോയാലോ, ജോലികളൊക്കെ കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്നാ ശരി പോയേക്കാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് കഥയെ വന്ന് വലിച്ചു കഴിയുമ്പോൾ കഥക് തുറക്കുന്നില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് കഥക് പൂട്ടിയിരിക്കുക എന്നുള്ള കാര്യം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പല്ലവിക്ക് വല്ലാത്ത ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതു പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, സാരല്ല ഇപ്പൊ തന്നെ നമുക്ക് വിളിച്ചിട്ട് കഥക് പുറത്തുനിന്ന് പൂട്ടിയേക്കല്ലേ, തുറക്കാൻ പറയാന്ന് പറയണേ. അങ്ങനെ മൊബൈൽ എടുത്ത് ഫോൺ വിളിക്കാൻ നോക്കുവാണ്. ഈ സമയത്താണെങ്കിൽ കോള് കിട്ടണമില്ല. ഇതെന്ത് പറ്റി, കോള് കിട്ടുന്നില്ല. പല്ലവി നീ നിന്റെ ഫോൺ എടുത്തൊന്ന് വിളിക്കാൻ പറയാണ്.
അങ്ങനെ പല്ലവി ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ, റേഞ്ച് കിട്ടുന്നില്ലെന്ന് പറയാം. ഇവിടെ ഫുൾ റേഞ്ച് ഉള്ള ആണല്ലോ. ഇത് കേട്ടോ സേതു പറഞ്ഞു, ഇനിയിപ്പം നെറ്റ് കവറിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ, നെറ്റ് കവർ ഇഷ്യൂസ് വല്ലതും ആണോന്ന്. ഇതിപ്പോ പല്ലവി പറഞ്ഞു, അറിയത്തില്ല സേതു വേട്ടാ, എനിക്ക് ആകെപ്പാട് ടെൻഷനാന്ന് പറയാം. ദേ നീ ടെൻഷൻ അടിക്കാതൊന്നും ഇരിക്കും കേട്ടോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ഒന്നുമില്ലല്ലോ ഞാനില്ല നിന്റെ കൂടെ എന്ന് ചോദിക്കാം. ഇത് കേട്ടതോ പല്ലവി പറഞ്ഞു, അതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ സമയം പോയിക്കൊണ്ടിരിക്കുക സേതു വേട്ടാ. ദേ കോളേജിലൊക്കെ ഉള്ള എല്ലാരും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കഥ തുറക്കും, അതർത്താണ് പേടിക്കണേ. കുഴപ്പമില്ല, ഇച്ചിരി സന്ധ്യ എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നും വരാനില്ല. ദേ മിക്കവാറും റേഞ്ച് വന്നു കഴിയുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ തുറന്നു വിടുകയല്ലേ, അതിന് ഇതിന് മാത്രം നീ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ശരിയെന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. കുറെ സമയം കഥകയിലൊക്കെ ഒന്ന് തട്ടി നോക്കുന്നുണ്ട്, ആരെങ്കിലും അവരോട് പോയിട്ടുണ്ടെങ്കിൽ തുറക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും തുറന്നില്ല, കാരണം എല്ലാവരും കോളേജിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. രമേശനും പൂട്ടിയിട്ട് രമേശിന്റെ പാടിനും അങ്ങോട്ട് പോയി. നാളെ ചോദിക്കാനുള്ള പറയാലോ, ഇനിയിപ്പം ഞാൻ അറിഞ്ഞില്ല അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അയാൾക്ക് തടി തപ്പാം, അയാൾ ആ പ്യൂണല്ലേ, അയാൾക്ക് ഇതിന് വല്ല കാര്യമുണ്ടോ. അയാളങ്ങ് അതൊക്കെ മനസ്സ് വിചാരിച്ച് അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയം വല്ലാത്തൊരവസ്ഥയായി പോയി പല്ലവിക്ക്. സമയം പോകുന്തോറും വല്ലാത്ത ടെൻഷനായി. പിന്നീട് സേതു പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തേലും ഒരു വഴി ഉണ്ടാവുമെന്ന് പറയണം. ആരെങ്കിലും ഒന്ന് വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിന് റേഞ്ചും കിട്ടുന്നില്ല. പിന്നീട് സേതു പല്ലവിയോട് ചോദിച്ചു, നിനക്ക് ദാഹിക്കുന്നോ മറ്റോ ഉണ്ടോന്ന് ചോദിക്കുക. എനിക്കില്ല. പിന്നീട് സേതു എന്ത് ചെയ്യുക, അവിടെ ഇരുന്നൊരു കുപ്പിവെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. പെട്ടെന്ന് പല്ലവി എനിക്കൂടെ തരാൻ പറയണം. ഓഹോ അപ്പൊ വേണമല്ലേ, അപ്പൊ ഇത്ര സമയം എന്താ പറഞ്ഞ വേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക. ഇതേ വിശക്കാനും ദാഹിക്കാനും ഒക്കെ തുടങ്ങിയല്ലേ എന്ന് പറയണം. ഈ സമയത്താണ് പല്ലവി ഓർത്തത്, അതെ അമ്മ രാവിലെ പൊതിഞ്ഞു തന്ന ഇടിയപ്പം മുട്ടക്കറിയും ബാഗിനകത്തുണ്ട്, അത് കഴിച്ചാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അത് ശരിയാ, അന്ന് എടുക്ക് നമുക്ക് കഴിക്കാന്ന് പറയണം. കാരണം രാവിലെ പോകുന്ന നേരത്ത് ശോഭ നിർബന്ധിച്ച് കൊടുത്തു വിട്ടാണ്, വേണ്ടാന്ന് പല്ലവി ആന്നേ പറഞ്ഞ. പക്ഷെ എങ്കിൽ ശോഭ സമ്മതിച്ചില്ല, അത് ബാഗിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടുപേരും കൂടെ അങ്ങോട്ട് കഴിക്കുവാണ്. പക്ഷെ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ സമയം പോകുന്തോറും രണ്ടുപേർക്കും ടെൻഷൻ കൂടി വന്നു. സേതുവിനും ടെൻഷൻ, അതോടെ തന്നെ പല്ലവിക്കും ടെൻഷൻ. ഇതിനകത്ത് എങ്ങനെ രാത്രി പെട്ടുപോയ തന്റെ കാര്യത്തിൽ കുഴപ്പമില്ല, പക്ഷെ പല്ലവിയുടെ കാര്യത്തില് പല്ലവിയുടെ വീട്ടിൽ അന്വേഷിക്കൂലോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പിന്നീട് പല്ലവി വരേണ്ട സമയമായിട്ട് പല്ലവിനെ കാണുന്നില്ല. ഈ സമയം ശോഭ വിളിച്ചു നോക്കുവാണ്, ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക. അതെ പെട്ടെന്ന് പാറു അങ്ങ് വന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മേ അതെ പല്ലവി ചേച്ചിക്ക് 100 പരിപാടി ഉണ്ടെന്ന് ഇവിടെ, നാളെ ഒരു ഇവന്റ് നടക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാൽ വിളിച്ചൊന്ന് പറയണ്ടേ, അല്ലെ വിളിച്ചിട്ട് കോൾ എടുക്കണ്ടേ, ഇതാണെങ്കിൽ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. അമ്മയൊന്ന് ധൈര്യമായിട്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേനും പല്ലവി ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് പറയാം. അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞു, ഇരുട്ടി രാത്രിയാകാൻ തുടങ്ങി. പല്ലവിനെ കാണുന്നില്ല, വല്ലാത്ത വിഷമോ വെപ്രാളോ ഒക്കെ. ഈ സമയം മൂന്നുമാഷ് വന്നിട്ട് ചോദിച്ചു, അല്ല പല്ലവി മോൾ എത്തിയില്ലേന്ന് ചോദിക്കണം. ഇല്ല മാഷെ ഇതുവരെയായിട്ടും കണ്ടില്ല എന്ന് പറയാം. ഇത് കേട്ട് മൂന്നുമാഷിന് ടെൻഷനായി, ഇനിയിപ്പോ പല്ലവി എവിടെ പോയതായിരിക്കും. പെട്ടെന്ന് പാറു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആനി ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കാം. പിന്നീട് ആനി ടീച്ചറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആനി ടീച്ചറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല പല്ലവി ചേച്ചിനെ കണ്ടായിരുന്നു ചോദിക്കണം. അല്ല പല്ലവി വന്നിട്ടുണ്ടായിരുന്നല്ലോ കോളേജില്. അല്ല നിങ്ങൾ ഒരുമിച്ചല്ലേ ഇറങ്ങിയത്. ഇല്ല ഞാൻ കുറച്ച് നേരത്തെ പോന്നായിരുന്നു, പല്ലവി അവിടെ കുട്ടികൾക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതിനുശേഷം പല്ലവി ഇറങ്ങി കാണുമെന്ന് പറയാം. എന്താ പറ്റിയത്, ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ടത് ആനിമസ് ഓർത്ത്, പല്ലവി പിന്നെ എവിടെ പോവാനാ, ചിലപ്പോ എന്തേലും ലേറ്റ് ആയതായിരിക്കും, ഇപ്പൊ തന്നെ വരൂന്ന് പറയണം. പക്ഷേ കുറെ സമയമായിട്ടും വരുന്നില്ല. ഈ സമയം മുകുന്ദൻ മാഷ് പറഞ്ഞു, ഞാനൊന്നും പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ മാഷും അങ്ങോട്ട് പോവാ. ശോഭയ്ക്ക് ഭയങ്കര ടെൻഷൻ, വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പം ആ ഇന്ദ്രന്റെ ആൾക്കാര് അവന്മാരെന്തെങ്കിലും ഉപദ്രവിക്കോ, അവനെങ്ങാനും പിടിച്ചോണ്ട് പോയോ എന്നൊരു ചിന്തയായിരുന്നു. ഇന്ദ്രൻ അങ്ങനത്തെ ദുഷ്ടനാണല്ലോ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണല്ലോ അവന്, ആ ഒരു ചിന്തയായിരുന്നു ശോഭയുടെ ഉള്ളിലുണ്ടായിരുന്നേ. രാത്രിയാകും തോറും പല്ലവിക്ക് ടെൻഷൻ കൂടി വന്നു. വീട്ടുകാരുടെ വാരി കൊടുത്തിട്ട് തന്നെ കാണാതെ ടെൻഷൻ ആയിക്കണം. ഒരു പക്ഷെ അച്ഛനും അമ്മയ്ക്ക്, അച്ഛനൊക്കെ ആണെങ്കിൽ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന, അതൊക്കെ ഓർത്തിട്ട് സേതുവോട് പറഞ്ഞു, സേതുവേട്ട എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഇതേ ധൈര്യമായിട്ടിരിക്കും പല്ലവി, നീ ഒന്ന് സമാധാനപ്പെട്ടേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ട് വല്ലതാകുവോ, ഇപ്പൊ ഇവിടുന്ന് എന്താളും ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പുറത്തുനിന്ന് പൂട്ടിയേക്കുമല്ലേ. അത് മാത്രമല്ല ഫോണാണെങ്കിൽ വിളിക്കാൻ പറ്റിയ സാഹചര്യത്തില്ല, ഫോണിനകത്ത് റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറയാം. കുറെ സമയം കൂടെ പല്ലവി ഇരുന്നു. പല്ലവി പറഞ്ഞു, ഏത് സമയത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്, അതുകൊണ്ടാണല്ലോ. സേതു പറഞ്ഞ, ദൈവമേ ആ മിത്രനൊക്കെ പോയ കൂടി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, അതാണ് ഈ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. സേതു ധൈര്യം സംഭരിച്ചിരിക്കുന്നുണ്ടെങ്കിലും സേതുവിന്റെ മനസ്സിലും വല്ലാത്ത ചിന്തയാ. ഈ സമയത്തെല്ലാം ശ്രീഹരി സേതുവിനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പം പൂർണ്ണമ വീട്ടിൽ കാത്തിരിക്കുക സേതു വരാൻ വേണ്ടിയിട്ട്. സേതുവിനെ കണ്ടില്ല. ഈ സമയം ശ്രീഹരിയോട് വന്നിട്ട് ചോദിച്ചു, അല്ല സേതു ഇതിരെ വന്നില്ലേന്ന് ചോദിക്കുകയാണ്.
അല്ല സേതുവേട്ടനെ കണ്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം. പൂർണ്ണിമ ഓർത്ത് സേതു ഇത് എതിലൂടെ പോയി. ഒന്നെങ്കിൽ ശ്രീഹരിയോട് ആണെങ്കിലും പറയണ്ടല്ലേ താമസിച്ച വരുവുള്ളെങ്കിൽ. പൂർണ്ണിമയ്ക്ക് ടെൻഷനായി, ഇനിയിപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, സേതുവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചോന്നൊക്കെ. അല്ലെങ്കിൽ സേതു വരേണ്ട സമയം കഴിഞ്ഞു. പൂർണ്ണിമയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പൂർണ്ണിമ സേതുവിന് വേണ്ടി കാത്തിരിക്കുക. സാധാരണ രാത്രി സേതു താമസിച്ച് വരുന്ന ദിവസം പൂർണ്ണിമയാണ് പോയി കതക് തുറക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് സേതു വരാത്തോണ്ട് പൂർണ്ണിമ അവിടെ കാത്തിങ്ങനെ ഇരിക്കുക, സേതുവിന്റെ വരവിനും കാത്ത്. ഈ സമയം പല്ലവി വല്ലാത്ത ടെൻഷനിലായിരുന്നു. അങ്ങനെ ടെൻഷൻ മൂത്ത് പല്ലവി എന്ത് ചെയ്യണം, പല്ലവിക്ക് അങ്ങോട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. തലവേദന എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും പേടിച്ചിട്ട് അങ്ങോട്ട് പനി പിടിച്ചു. പല്ലവി കിടന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോൾ തന്നെ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി സേതുവിന്. ഇനിയിപ്പം ഒരു മെഡിസിൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഗുളിക കാര്യങ്ങളൊന്നും ഇല്ലാതാനും എന്ത് ചെയ്യും. പിന്നീട് സേതു എന്ത് ചെയ്യണം, അവിടെ കിടക്കുന്ന ഒരു തുണിയുടെ പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തുണി നനച്ചിട്ട് അത് പല്ലവിയുടെ നെറ്റിയിലേക്ക് അങ്ങോട്ട് ഇടുവാണ്. പല്ലവി ഈ സമയത്തൊക്കെ പനിച്ച് പറിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതുവേട്ട എനിക്ക് തണുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സേതുവിന് ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് തുണി നനച്ചിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ശമനമായി, പനിക്കൊരു ശമനമായി. അങ്ങനെ പല്ലവി അവിടെ സാരിയൊക്കെ മൂടിപ്പോച്ച് അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയം ശോഭയൊക്കെ ഭയങ്കര ടെൻഷനില്ല. അങ്ങനെ മൂന്നമാഷ് പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പല്ലവിനെ ഇവിടെയും കാണുന്നില്ല, വഴിയിൽ അവിടെയൊക്കെ ഞാൻ പോയി നോക്കി, ബസ് സ്റ്റോപ്പിൽ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടാൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ശോഭ. എന്റെ മോൾക്ക് ഇതെന്ത് പറ്റി? മിക്കവാറും ആ ഇന്ദ്രനെ അപായപ്പെടുത്താൻ ശ്രമിച്ചായിരിക്കും. ഒരു കാര്യം ചെയ്യാം മാഷെ, നമുക്ക് കൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുത്താലെന്ന് പറയാം. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ സേതുവിനെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. അവനെ വിളിച്ചു നോക്കി ചിലപ്പോൾ അവൻ അറിയായിരിക്കുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ സേതുവിനെ വിളിക്കുക. പക്ഷെ സേതുവിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. ഇതോടെ കണ്ടതിനും വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്ത് പറ്റി എങ്ങനെ പറ്റിയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ ടെൻഷനിൽ രണ്ടുപേരും ഇരിക്കുക. അപ്പൊ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം എന്തായി എങ്ങനെയായി. ആൾക്കാരുടെ മുന്നിൽ നാണം കെടുവോ അതോ അതിനു മുമ്പ് വന്ന് ആരെങ്കിലും അവരെ രക്ഷിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.